അതിൻ്റെ 3-ാമത്തെ വാക്യം. കുരുകിലൊരു വീടും മിവൽപക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. കർത്താവിൻ്റെ പൊന്നുനാമം ഈ വിശുദ്ധ സഭായോഗത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിച്ചാരംഭിച്ച ഈ സഭായോഗത്തിൽ ഇതുവരെ പരിശുദ്ധാത്മാവ് നമ്മെ നയിപ്പാനും നമ്മോട് സംസാരിപ്പാനും നമ്മോട് ഇടപെടുവാനും ഒക്കെ ഇടയായി തീർന്നല്ലോ. തുടർന്നും കർത്താവ് നമ്മോട് സംസാരിപ്പാനും നമ്മോട് ഇടപെടുവാനും നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഇവിടെയുള്ള സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ വിജയ് പാഷക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവദാസൻ ഓർപ്പിച്ച പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട CC തോമസ് സാറാണ് കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തുകയും എനിക്ക് വേണ്ടി ശുശ്രൂഷയുടെ ക്രമീകരണം അദ്ദേഹത്തോട് വിളിച്ച് ചെയ്യിപ്പിക്കുകയും ചെയ്തത്. CC തോമസ് സാറിൻ്റെ പ്രത്യേക അന്വേഷണം കർത്താവിൻ്റെ മക്കളെ അറിയിക്കുന്നു. എൻ്റെ ദാസനെ കൊണ്ട് കർത്താവ് ദേശത്ത് ചെയ്യിപ്പിക്കുന്ന എല്ലാ നല്ല വേലകൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ പ്രിയ ജീവൻ അബ്രഹാം, സ്തോത്രം. ഞങ്ങൾ നാട്ടിലെ ഒരു സഭയിലെ വിശ്വാസികളാണ്. ഒത്തിരി നാളെ അദ്ദേഹത്തെ കണ്ടിട്ട് തൻ്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങളൊക്കെ ഞങ്ങൾ ഒത്തിരി അടുത്ത് ഇടപെടുന്ന, സ്തോത്രം, പ്രിയപ്പെട്ടവരാണ്. ആ പ്രിയ മകനെയും കുടുംബത്തെയും ഇവിടെ വെച്ച് കാണുവാൻ ഈ അവസരം തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ബോംബെയിലെ പ്രിയ അക്സ, സോനു, സ്തോത്രം, ആ കുടുംബത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അക്സയുടെ ഉച്ചപ്രായം മുതൽ 2-3 വയസ്സ് മുതൽ, സ്തോത്രം, എനിക്ക് ആ കുടുംബത്തെ അടുത്ത് പരിചയപ്പെടുവാൻ, അവരുടെ സുഖ ദുഃഖ വേളകളിലൊക്കെ അവിടെ ചേർന്നായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. അവിടെ വിവാഹ നിശ്ചയത്തിന് സംബന്ധിപ്പാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. ഇപ്പം തന്നെ പ്രിയ പ്രൈസി ജിജോമോൻ, ആ കുടുംബത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അവിടെ വിവാഹത്തിന് പങ്കെടുക്കുവാൻ കർത്താവിനിക്ക് അവസരം തന്നു. എൻ്റെ ഭാര്യ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്നും ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി പുറപ്പെട്ടതാണ്. ഒത്തിരി പ്രതികൂലങ്ങളുടെ മധ്യേ എൻ്റെ ഭാര്യയ്ക്കൊരു താങ്ങായിട്ട് സഹായമായിട്ടൊക്കെ നിന്ന പറക്കോട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞമ്മാമയുടെ മകൻ ജോസ് ഇന്ന് പകൽക്കാലം തന്നെയും ഏറിയ നാൾക്ക് ശേഷമായിട്ട് ഇവിടെ വെച്ച് കാണുവാൻ ദൈവം ഒരവസരം തന്നു. അപ്പോൾ തന്നെ പ്രിയ മകൻ ഫെയ്ത്ത് റോയ്, സ്തോത്രം, 27 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവരുടെ സഭയിലെ പാസ്റ്ററായിരുന്നു. അന്ന് അദ്ദേഹം മുട്ടയിലടയുന്ന പ്രായമായിരുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അങ്ങനെ അറിയാവുന്നതും അപ്പോൾ തന്നെ, സ്തോത്രം, അറിയാത്തതുമായ നിങ്ങളുടെ കൂടെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ നാം ഒരപ്പൻ്റെ മക്കളാണ്, നാം ഒരപ്പത്തിൻ്റെ അംശികളാണ്, നാം ഒരു രക്തത്തിൻ്റെ വിലയാണ്. സ്തോത്രം. ആ ബന്ധത്തിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇന്ന് പകൽക്കാലമായിരിക്കാം. 2 മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ ആദ്യമായിട്ട് ഈ മാഞ്ചസ്റ്ററിലെത്തിയത്. UK പല സ്ഥലങ്ങളിൽ പോകുവാൻ, കർത്താവിനെ സൂക്ഷിപ്പാൻ അവസരം കർത്താവ് തന്നു. അയർലൻഡിൽ ചില ആഴ്ചകൾ പോയി സൂക്ഷിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. കർത്താവ് സഹായിച്ചാൽ ഈ ആഴ്ച തന്നെ ഇവിടെ ഞാൻ നാട്ടിലേക്ക് പോകത്തക്ക ഉള്ള കാര്യങ്ങൾ കർത്താവ് ആമേ സ്തോത്രം ചെയ്തു തരുന്നു. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കുമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്.
എൻ്റെ 18-ാമത്തെ വയസ്സിൽ ഈ സത്യം അറിയുവാനായിട്ട് കർത്താവ് ഒരു അവസരം തന്നു. അന്ന് ഞാൻ നോർത്ത് ഇന്ത്യ ജോലിയായിരുന്നു. ചില വർഷങ്ങൾ കൂടെ ജോലിയുള്ള ബന്ധത്തിൽ എവിടെയായിരുന്നു. 1989 ഇന്നേക്ക് 36 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ദേശത്തേക്ക് കടന്നു വരുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. ഉണ്ടായിരുന്ന ചെറിയ ജോലിയൊക്കെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് കൊടുത്തുകൊണ്ടിരുന്ന വരുമാനമൊക്കെ ഞാൻ നിർത്തി. കർത്താവിൻ്റെ വേലയെന്ന് പറഞ്ഞ നാട്ടിൽ വന്നപ്പോൾ കത്തോലിക്കക്കാരായ എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ വീട്ടുകാർക്ക് അത് വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ തന്നെയും കർത്താവിനെ നോക്കി ഇറങ്ങിയതുകൊണ്ട്, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയതുകൊണ്ട് ഇതുവരെയും കർത്താവ് നിർത്തിയെന്ന് മാത്രമേ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മക്കളോട് പറയാനായിട്ട് കഴിയത്തുള്ളൂ. 91 ഞാൻ കുടുംബസ്ഥനായി തീർന്നു. കഴിഞ്ഞ 34ഓളം വർഷമായി കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. 3 കുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായിട്ട് തന്നു. മൂത്ത 2 പെൺകുഞ്ഞുങ്ങളാണ്. അവർ കുടുംബസ്ഥരായി വിദേശത്തും സ്വദേശത്തുമൊക്കെ കർത്താവ് കൊടുത്ത കൃപയ്ക്കനുസരിച്ച് കർത്താവിനെ ആരാധിക്കുകയും ദൈവദാസന്മാരോട് ചേർന്ന്, ദൈവസഭയോട് ചേർന്ന് ആമേ സ്തോത്രം മുൻപോട്ട് പോകുന്നു. കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇളയതൊരു മകനാണ്. കർത്താവിൻ്റെ വചനം പഠിച്ച് എന്നോടുകൂടെ ശുശ്രൂഷയിൽ ആ പ്രിയപ്പെട്ട മകനായിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവ് ശക്തമായിട്ട് പ്രിയ പൈതലിനെ വിവിധ ഇടങ്ങളിലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ മക്കൾ കരമുയർത്തി കർത്താവിൻ്റെ മഹത്വം കൊടുത്താട്ടെ. സാക്ഷ്യം പറഞ്ഞു നിർത്തി മുഖവരെയെല്ലാം അവസാനിപ്പിച്ച് എനിക്ക് ലഭിച്ച സമയം കർത്താവിൻ്റെ മക്കൾക്ക് പ്രയോജനപ്പെടുമാറ് ദൈവത്തിൻ്റെ വചനം അറിയിക്കണമെന്നുള്ളത് ആവശ്യമായിരിക്കുകയാൽ വായിച്ച വേദഭാഗത്തേക്ക് വേഗത്തിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഒന്നുകൂടെ ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ ഈ നല്ല വചനത്തിനായിട്ട് കരമുയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന്റെ മക്കൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആലയത്തിൽ പാട്ടുകൾ പാടുവാൻ, പാട്ടുകൾ രചിക്കുവാൻ, ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ, കാവൽക്കാരായിട്ട് നിൽക്കുവാൻ ഒക്കെ ഭാഗ്യം ലഭിച്ച കോരകിന്റെ പുത്രന്മാര് ആലയത്തിനകത്ത് പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ, ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ കണ്ണുകൾ ചുറ്റുപാടുകളിലേക്കൊന്ന് ഓടിച്ചു. അപ്പോൾ അവർ കണ്ട കാഴ്ചയാണ് 3-ാമത്തെ വാക്യം. എന്താ കണ്ടത്? കുരികിൽ വീട് വെച്ചിരിക്കുന്നു. എവിടെ? ദൈവത്തിൻ്റെ ആലയത്തിൽ, അഥവാ ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ. മിവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂട് വെച്ച് കൊടുത്തിരിക്കുന്നു. എവിടെ? ദൈവത്തിൻ്റെ ആലയത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കുരികിലെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് ഈ കുരികിലുണ്ടായിരുന്നു. ഒരിക്കൽ നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കാശിന് 2 കുരികിലിനെ വിൽക്കുന്നില്ലയോ? മറ്റൊരു ഭാഗത്ത് നമ്മുടെ കർത്താവ് പറഞ്ഞു, 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അതെങ്ങനെ കണക്കൊത്ത് വരുന്നേ? നമ്മുടെ കർത്താവ് കണക്കിന് മോശമായിരുന്നു. സ്തോത്രം. കാശിന് 2 കുരികിലാണെങ്കിൽ 2 കാശിന് എത്ര കുരികിലിനെ കിട്ടണ്ടേ? എത്ര കുരികിലിനെ കിട്ടണ്ടേ? 4. പക്ഷേ 2 കാശിന് ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ 1 കുരികിലിനെ ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ ഫ്രീ പരിപാടി പണ്ടേ തുടങ്ങിയതാ. ഒന്നെടുക്കുമ്പോൾ 1 ഫ്രീ, അല്ലേ? സ്തോത്രം. എന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ കാലത്ത് എന്തുണ്ടായിരുന്നു? ഈ ഫ്രീ പരിപാടി ഉണ്ടായിരുന്നു. സ്തോത്രം. അമ്മേ, 2 കാശിന് ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ 1 കുരികിലിനെ ഫ്രീ ആയിട്ട് കിട്ടും. പിശലോ, നമ്മുടെ കർത്താവ് പറഞ്ഞു, അവയിൽ ഒന്നിനെ പോലും എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടിയ ആ 1 കുരികില്, അത് നല്ല കുരികിലായിരിക്കത്തില്ല. ചിലപ്പോൾ കാലൊടിച്ചതായിരിക്കും. സ്തോത്രം. ചിലപ്പോൾ കണ്ണ് പൊട്ടിയതായിരിക്കും. കാരണം അവൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ലേ, നല്ലതിനെ കൊടുക്കത്തില്ലല്ലോ. സ്തോത്രം. പക്ഷെ നമ്മുടെ കർത്താവ് പറഞ്ഞു, അവയിൽ ഒന്നിനെ പോലും ഫ്രീ ആയിട്ട് കൊടുത്ത
കണ്ണ് പൊട്ടിയ, കാലൊടിഞ്ഞ, വലിയ വിലയില്ലാത്ത സ്തോത്രം, അതിനെ പോലും ഞാൻ മറന്നു കളയത്തില്ല എന്ന് കർത്താവ് പറഞ്ഞത്. കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. പക്ഷിവർഗത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുരുകിന് വലിയ സേട്ടതൊന്നും പറയാനില്ല, വലിപ്പമില്ല, ഭംഗിയില്ല. സ്തോത്രം. എടുത്തു പറയത്തക്കവണ്ണമുള്ള യാതൊരു കാര്യങ്ങളും ആർക്കില്ല, ഈ കുരുകിനില്ല. സ്തോത്രം. നമ്മൾ ഈ കുരുകിനെ ചുണ്ടക്കാക്കുരുവി എന്നാണ് വിളിക്കുന്നത്. ചുണ്ടക്കാക്കുരുവി ഇച്ചിരിയേ ഉള്ളൂ, ഒരു നിലയിലും ഒരു മഹത്വം പറയാനില്ല. പക്ഷേ ഈ ആലയത്തിൽ പാർക്കുന്ന കുരുകിലിനോട് സാക്ഷ്യം പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുരുകിൽ എങ്ങനെയായിരിക്കും സാക്ഷ്യം പറയാൻ തുടങ്ങുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ സ്വന്തക്കാരെ വെച്ച് നോക്കുമ്പോൾ, ബന്ധക്കാരെ വെച്ച് നോക്കുമ്പോൾ, നാട്ടുകാരെ വെച്ച് നോക്കുമ്പോൾ ഒരു മഹത്വം, ഒരു പുകഴ്ചയും എനിക്ക് പറയാനില്ല. പക്ഷേ അവർക്കാർക്കും കിട്ടാത്ത ഒരു വലിയ ഭാഗ്യം എനിക്ക് കിട്ടി, ആലയത്തിൽ കൂടുവെച്ച് പാർക്കുവാൻ. ഇന്ന് പകൽക്കാലം ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എനിക്കും നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യപദവിയോർത്ത് ഇന്ന് പകൽക്കാലം എത്ര പേര് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കും? പ്രൈസ് ദി ലോർഡ്. കുരുകിൽ എൻ്റെ പ്രസംഗ വിഷയമല്ലാത്തതുകൊണ്ട് അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം സ്തോത്രം, മിബൽ പക്ഷിയെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. മിബൽ പക്ഷിയും അതിൻ്റെ ഒരു 7 സ്വഭാവങ്ങളും. ആ പറയുന്ന സ്വഭാവങ്ങൾ കർത്താവിൻ്റെ മക്കളായ നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമാക്കാൻ കഴിയുമെന്നുള്ള ചില പ്രബോധനങ്ങളാണ് ഈ പകൽ സഭയോട് അറിയിപ്പാനായിട്ട് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് തന്ന ആലോചനകൾ, ദൂതുകൾ ദൈവമക്കൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. മിബൽ പക്ഷി പാലസ്തീൻ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് മിബൽ പക്ഷി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പ്രാവിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് പ്രൈസ് ദി ലോർഡ് പാലസ്തീൻ നാട്ടിൽ മിബൽ പക്ഷിക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, സ്തോത്രം, നമ്മുടെ നാട്ടിലെ പ്രാവിനെ നോക്കിയിട്ട് ഹല്ലേലൂയ നമ്മളാരും ഇന്നേ നാടി വരെ കള്ളപ്രാവ് എന്ന് വിളിച്ചിട്ടില്ല. ഏതെങ്കിലും പ്രാവിനെ ആരെങ്കിലും കള്ളപ്രാവ് എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കാക്കയെ നമ്മൾ കള്ളക്കാക്കയെന്ന് വിളിച്ചിട്ടുണ്ട്. കാരണം കള്ളത്തരമേ അതിൻ്റെ കയ്യിലുള്ളൂ. സ്തോത്രം. തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന, അപകരിച്ചു കൊണ്ടുപോകുന്ന മറ്റുള്ളവരുടെ സ്വത്വം എന്തും ആഗ്രഹിച്ച് പെട്ടെന്ന് റാഞ്ചിക്കൊണ്ടു പോകുന്ന സ്വത്വം സ്വഭാവമാണ് കാക്കയ്ക്കുള്ളത്. അതുകൊണ്ട് അതിനെ കള്ളക്കാക്കയെന്ന് വിളിക്കും. പക്ഷെ ഒരിക്കലും ഒരു പ്രാവിനെ ആരും കള്ളപ്രാവ് എന്ന് വിളിക്കത്തില്ല. കാരണം അത് കള്ളത്തരം കാണിക്കത്തില്ല. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, മിബൽ പക്ഷിയുടെ ഒന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് അതൊരു വിശുദ്ധ പറവയാണ്. പ്രാവ് നമ്മുടെ നാട്ടിൽ വിശുദ്ധ പറവയാണ്. അശുദ്ധമായതൊന്നും അത് അതൊക്കെ തിന്നത്തില്ല. പ്രൈസ് ദി ലോർഡ്. അശുദ്ധമായ കാര്യങ്ങളിലേക്ക് അത് ഇടപെടത്തില്ല. ഇന്ന് പകൽക്കാലം ഒന്നാമതായിട്ട് കർത്താവിൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, കർത്താവിൻ്റെ മക്കളെ ഞാനും നിങ്ങളും ഹല്ലേലൂയ വിശുദ്ധരായിരിക്കണം. പ്രാവിനെ വിശുദ്ധ പറവയെ പോലെ നമ്മൾ അംഗീകരിക്കുന്നെങ്കിൽ, പാലസ്തീൻ നാട്ടിൽ മിബൽ പക്ഷിയെ വിശുദ്ധ പറവയായിട്ട് അംഗീകരിച്ചിരിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ വീക്ഷിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളുമായിട്ട് ഇടപെടുമ്പോൾ എന്നെ നിങ്ങളെ നോക്കിയിട്ട് സംസാരം കണ്ടിട്ട് ആമേൻ 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 എൻ്റെ നിങ്ങളുടെ സ്വഭാവങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവർ പറയട്ടെ, ഇദ്ദേഹം ഒരു വിശുദ്ധനാണെന്ന്, ഈ സഹോദരി ഒരു വിശുദ്ധയാണെന്ന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആമേൻ 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 ദൈവത്തെ വാസ്തവമായിട്ട് ആരാധിക്കുന്ന, നിഷ്കളങ്കമായി കർത്താവിനെ സേവിക്കുന്ന, കർത്താവിന് വേണ്ടി എന്തും ഏതുമായി തീരുന്ന വ്യക്തികളാണെന്ന് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയട്ടെ. പ്രിയമുള്ളവരെ, അതല്ല മറ്റു വല്ലതും നോക്കിയാൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ അടുത്ത് സഹകരിച്ച് മനസ്സിലാക്കിയിട്ട് പറയുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കണം. ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പേര് കർത്താവിൻ്റെ മക്കളെ വിശുദ്ധരെന്നാണ്. എന്താണ്?
വിശുദ്ധരെന്നാണ്. സ്തോത്രം. ആമേൻ. യേശുവിൻ്റെ രക്തത്താൽ നേരത്തെ നമ്മൾ അശുദ്ധരായിരുന്നു. മുമ്പേ ആമേൻ യാതൊരു സ്തോത്രം ഗുണങ്ങളുമില്ലാതെ ആമേൻ ദുർഗുണങ്ങൾ മാത്രമുള്ളതായ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച് ഇന്ന് നമ്മളെ വിശുദ്ധ മക്കളാക്കി കർത്താവ് തീർത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവിൻ്റെ മക്കളെ അതിൽ നിന്ന് മാറി അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കടന്നു വരുവാൻ ഇടയായിത്തീരാതെ മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ യാക്കോബിൽ തിന്മ കാണാനില്ല എന്ന് പറയത്തക്ക വേണ്ട. ഹല്ലേലൂയ, ആമേൻ ആമേൻ ആമേൻ, നിഷ്കളങ്ക മക്കളായി പോകുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതേ, വിമൽ പക്ഷിയുടെ ഒന്നാമത്തെ സ്വഭാവം അതൊരു വിശുദ്ധ പറവയാണ്. ഹല്ലേലൂയ. ഈ മേൽപ്പശുവിന്റെ രണ്ടാമത്തെ സ്വഭാവം നമ്മൾ വായിച്ച വാക്യത്തിനകത്തുണ്ട്. എന്താ? പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂട് വെച്ച് കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ ആലയത്തിലാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂട് വെച്ച് കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ യാഗപീഠത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മേൽപ്പക്ഷിക്ക് സാക്ഷ്യം പറയാൻ സമയം കൊടുത്താൽ ഈ മേൽപ്പക്ഷി എങ്ങനെ ആയിരിക്കും സാക്ഷ്യം തുടങ്ങുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, സ്തോത്രം. ഒത്തിരി ഒന്നും സമ്പാദിച്ചു വെക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. പാരമ്പര്യമായിട്ട് വലിയ സ്വത്തൊന്നും എനിക്കില്ല. സ്തോത്രം. അന്നന്ന് ജീവിക്കുന്ന കാര്യം തന്നെ വലിയ ബുദ്ധിമുട്ടാ. സ്തോത്രം. വളരെ കഷ്ടപ്പെട്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തുന്നത്. ഹല്ലേലൂയ. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അഭിമാനത്തോടെ ശബ്ദമുയർത്തി വിവൽപക്ഷി ഒടുവിൽ ഒരു കാര്യം ഇങ്ങനെ പറയും. ഹല്ലേലൂയ. ഇതൊക്കെയാണെങ്കിലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ആലയത്തിൽ കൊണ്ടെത്തിച്ചു. എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുങ്ങളും ആലയത്തിലാ വളരുന്നത്. ആരാധന കണ്ട വളരുന്നത്, യാഗം കണ്ട വളരുന്നത്, യാഗപീഠം കണ്ട വളരുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ ആത്മീയ അന്തരീക്ഷത്തിലാണ് വളരുന്നത്. ഇന്ന് പകൽക്കാലം എൻ്റെയൊക്കെ കർത്താവിൻ്റെ മക്കളെ, തലമുറകൾക്ക് വേണ്ടി ലോകപ്രകാരം ഒത്തിരി ഒന്നും സമ്പാദിച്ച് കൊടുക്കുവാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ നിങ്ങളുടെ തലമുറകൾ നമ്മുടെ കൂടെ നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ ഉള്ളതെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. അതിന്റെ അർത്ഥം മനസ്സിലായവർ അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ആ സന്തോഷം ഇന്ന് പകൽക്കാലം എത്ര പേര് പങ്കിടും? നമ്മുടെ തലമുറകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ദൈവത്തെ ആരാധിപ്പോൾ അവൻ കടന്നു വന്നു എന്ന് പറയുന്നത് എത്ര സന്തോഷമാ! നമ്മുടെ ആരാധിക്കുമ്പോൾ കർത്താവിൻ്റെ മക്കളെ, അതൊരു നിസ്സാരമായിട്ട് കാണരുത്, അതൊരു ചെറിയ കാര്യമായിട്ട് കാണരുത്, അത് വലിയ കാര്യം തന്നെ. അനേക മാതാപിതാക്കൾ ആഗ്രഹിച്ചിട്ട് അത് നടക്കാതിരിക്കുമ്പോൾ കർത്താവിൻ്റെ മക്കളെ, നമുക്ക് ലഭിച്ച ഭാഗ്യം ചെറുതല്ല, നമുക്ക് ലഭിച്ച ഭാഗ്യം ചെറുതല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മോട് കൂടെ ആലയത്തിൽ വന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തെ സാക്ഷിക്കുന്നത്, കർത്താവിന് വേണ്ടി പാടുന്നത്, ആലയത്തിന്റെ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്നത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാ. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇനിയിപ്പം പിള്ളേരുടെയും യൗവനക്കാരുടെയും കണക്കൊന്നും നാട്ടിലെ പാസ്റ്റർമാരായ ഞങ്ങളോട് കർത്താവ് ചോദിക്കത്തില്ല. പിള്ളേരുടെയും യൗവനക്കാരുടെയും കണക്കൊന്നും അധികം ഞങ്ങളോട് നാട്ടിലെ പാസ്റ്റർ ഞങ്ങൾ ചോദിക്കത്തില്ല. കാരണം എന്താ? പിള്ളേരെല്ലാം ഇവിടെ, ചോര നീര് ഉള്ളതെല്ലാം ഇവിടെ. ഞങ്ങൾ സത്യത്തിൽ നാട്ടിൽ ഇപ്പോൾ ഓൾഡേജ് ഹോമിൽ ജോലി ചെയ്യുക. അപ്പച്ചനും അമ്മച്ചിയും പട്ടിയും വേലക്കാരിയും അത്രേ അവിടെ ഉള്ളൂ. സ്തോത്രം. ഒന്ന് വീഴുമ്പം അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അത് കഴിയുമ്പം അടുത്തത് വരിക്കാരായിട്ട് കിടക്കും. സ്തോത്രം. സത്യത്തിൽ ഞാൻ വിചാരിക്കുകയായിരുന്നു ഇവിടെ വന്ന് എനിക്കും കെയർ ഹോമിൽ ജോലി കിട്ടും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര വർഷമായെന്ന് അറിയാമോ? പണ്ടൊന്നും അത്രേ ഇല്ലായിരുന്നു, ഇപ്പം അത് കൂടിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഞങ്ങളിപ്പം ഓൾഡ് ഏജ് ഹോമിലാണ് ജോലി ചെയ്യുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മക്കള് അമേരിക്കയിൽ നിന്നും UK എന്നൊക്കെ വിളിച്ചു പറയും, പാസ്റ്ററെ ഓടിച്ചെല്ല്. സ്തോത്രം. ഓടിച്ചെല്ല്. സ്തോത്രം.
ഹല്ലേലൂയ. വായുവൊക്കെ വിലങ്ങി അപ്പച്ചൻ ഇങ്ങനെ നിന്നാൽ നമ്മൾ ചെന്ന് കഴിഞ്ഞ് ആമേൻ കൈ താക്കത്തുള്ളൂ. സ്തോത്രം. ചെല്ലുന്നവരെ വായു വിലങ്ങി അവിടെ നിൽക്കും. ഞാൻ പറഞ്ഞു വന്ന വിഷയം, സ്തോത്രം, കർത്താവിൻ്റെ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ആലയത്തിൽ ആരാധിക്കാൻ വന്നത് ചെറിയ കാര്യമായിട്ട് ചിന്തിക്കരുത്. അത് വലിയ കാര്യമാ. സ്തോത്രം. ഇന്ന് അനേക മാതാപിതാക്കൾക്ക് അത് കഴിയുന്നില്ല. സ്തോത്രം. കഴിയാത്തതിൻ്റെ ഒരു നല്ല പങ്കും മാതാപിതാക്കളുടെ കുറവുകളാണ്, അവരുടെ പോരായ്മകളാണ്. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകയായി ജീവിക്കേണ്ട മാതാപിതാക്കന്മാർ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകയായി നിൽക്കാത്തത് കൊണ്ട് പലപ്പോഴും തലമുറകൾ വഴിമാറി പോകുന്നു. ഇന്ന് പകൽക്കാലം മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകയായി എല്ലാ വിഷയത്തിലും നമ്മൾ മുൻപന്തിയിൽ നിന്നാലേ ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ കർത്താവിനെ ആരാധിക്കാൻ കാണത്തുള്ളൂ. ഈ കുഞ്ഞുങ്ങളൊക്കെ പ്രതിഷ്ഠിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു ഉദാഹരണമുണ്ട്. പണ്ട് ഈ ന്യൂയോർക്കിലുള്ളൊരു പോക്കറ്റടിക്കാരൻ, സ്തോത്രം, ചിക്കാഗോയിലുള്ള ഒരു പോക്കറ്റടിക്കാരെ കല്യാണം കഴിച്ചു. ആരാരെ കല്യാണം കഴിച്ചു? ന്യൂയോർക്കിലുള്ള ഒരു പോക്കറ്റടിക്കാരൻ ചിക്കാഗോയിലുള്ള ഒരു പോക്കറ്റടിക്കാരെ കല്യാണം കഴിച്ചു. അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. സ്തോത്രം. ജനിച്ച കുഞ്ഞ് ഈ വലത് കൈ മുറുക്കെ പിടിച്ചേക്കും, എന്ത് ചെയ്താൽ കൈ തുറക്കത്തില്ല. സ്തോത്രം. അവരാവുന്ന പണി ഡോക്ടേഴ്സ് എല്ലാം നോക്കി, കൊച്ചു കൈ തുറക്കത്തില്ല. ലാസ്റ്റിൽ നല്ല പൂ കാണിച്ചപ്പം കൊച്ചു കൈ തുറന്നു. കൈക്കകത്തുനിന്നൊരു മോതിരം താഴെ പോയി. സ്തോത്രം. പ്രസവം എടുത്ത നേഴ്സിന്റെ മോതിരം കൊച്ചു അടിച്ചു മാറ്റിയെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ജനിച്ചപ്പം തന്നെ ആ പ്രസവം എടുത്ത നേഴ്സിന്റെ മോതിരം കൊച്ചു അടിച്ചു മാറ്റി. എങ്ങനെ അടിച്ചു മാറ്റാതിരിക്കും? അപ്പം പോക്കറ്റടിക്കാരൻ, അമ്മയും പോക്കറ്റടിക്കാരി. സ്തോത്രം. കൊച്ച് മോതിരം അടിച്ച് മാറ്റിയില്ലേ അത്ഭുതമുള്ളൂ. വിത്ത് ഗുണം. ആ സ്തോത്രം. അമ്മ മരത്തെ കൂടെ പോയാൽ പിള്ളേർ ജില്ല വഴി പോവും. സ്തോത്രം. മാതൃകയായിരിക്കേണ്ട മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ആരാധിക്കുന്ന വിഷയത്തിൽ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, ഭക്തിയുടെ വിഷയത്തിൽ, ദൈവഭയത്തിൻ്റെ വിഷയത്തിൽ, ദൈവദാസന്മാരെ ആദരിക്കുന്ന വിഷയത്തിൽ, കീഴ്പ്പെടുന്ന വിഷയത്തിൽ ഹല്ലേലൂയ എങ്ങനെയൊക്കെ മാതൃകയായിരിക്കുമോ അത് കണ്ട കർത്താവിൻ്റെ മക്കളെ നമ്മുടെ തലമുറകൾ വളരുന്നെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. തലമുറ വഴിമാറിപ്പോയാൽ, തെറ്റിപ്പോയാൽ മാതാപിതാക്കളായ ഞാനും നിങ്ങളും ദൈവസന്നിധികൾ കണക്ക് പറയേണ്ട വരുമെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, വിമൽ പക്ഷിയുടെ മൂന്നാമത്തെ സ്വഭാവം, സദൃശവാക്യം 26 അധ്യായത്തിന്റെ 2 വാക്യം. സദൃശവാക്യം 26 അധ്യായത്തിന്റെ 2 വാക്യം. കുരികൾ പാറിപ്പോകുന്നതും വിമൽ പക്ഷി പറന്നു പോകുന്നത് പോലെ കാരണം കൂടാതെയുള്ള ശാപം ഫലിക്കത്തില്ല. സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ. കുരികൾ പാറിപ്പോകുന്നത് പോലെ, വിമൽ പക്ഷി പറന്നു പോകുന്നത് പോലെ കാരണം കൂടാതെയുള്ള ശാപം ഫലിക്കത്തില്ല. സ്തോത്രം. എല്ലാ പക്ഷികളും പറന്നാ പോകുന്നത്, പക്ഷേ വിമൽ പക്ഷിയുടെ പറക്കലിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒറ്റ രാത്രിയിൽ 1000 മൈൽ വരെ ഇത് യാത്ര ചെയ്തു പോകും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ 1000 മൈൽ വരെ വിമൽ പക്ഷി എന്തിനാ യാത്ര ചെയ്ത് പോകുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ വിമൽ പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ട് കൊണ്ട് അത് ഇരയെ പിടിക്കത്തില്ല. പിന്നെങ്ങനാ ഇത് പറന്നു പോകുന്ന വഴിക്ക് ചിറകുകൾ വിടർത്തുമ്പോൾ ഈ ചിറകിനകത്തു നിന്നും ഒരു ചെറിയ പശ പുറത്തേക്ക് വരും. പോകുന്ന വഴിക്ക് ഈ ചിറയിൽ വന്ന് പറ്റിപ്പിടിക്കുന്നത് എന്താണോ അതാ അതിൻ്റെ ആഹാരം. പ്രൈസ് ദി ലോർഡ്. യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ ചിറകൾ ആഹാരം പറ്റിപ്പിടിക്കുന്ന അനുസരിച്ച് വെയിറ്റ് കൂടുമ്പോൾ അതിനറിയാം എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടുന്ന ആഹാരം ആയോ ഇല്ലയോ എന്ന. സ്തോത്രം. അതാകുന്നത് വരെയും അവിടുന്ന് പറന്നു പോയിക്കൊണ്ടിരിക്കും. ഇനി ഒരു രാത്രി പോയിട്ട് ഒന്നും കിട്ടിയില്ലെന്നിരിക്കട്ടെ, എന്നാലും ചുണ്ട് കൊണ്ട് ഒരു ഇറയെ പിടിക്കാതെ സ്വന്തം ശരീരത്തിലേക്ക് ചുണ്ട് കുത്തിയിറക്കി രക്തം വലിച്ചെടുത്ത് കുഞ്ഞുങ്ങളുടെ വായിൽ വെച്ചു കൊടുക്കും. ഹല്ലേലൂയ. അതാണ് വിമൽപ്പക്ഷിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ മക്കളെ, ആ ഭാഗത്തു നിന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? എനിക്കും നിങ്ങൾക്കും വേണ്ടുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നത്, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളത്
ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ളത് ദൈവം നമുക്ക് തരും. സ്തോത്രം. ഞാനായിട്ടും നിങ്ങളായിട്ടും ഒന്നും എത്തിപ്പിടിക്കാൻ പോകണ്ട, എടുക്കാനായിട്ട് പോകണ്ട. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം, അതോടുകൂടെ ഇതൊക്കെയും തരാന്ന് പറഞ്ഞ ദൈവമാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അനുസരിച്ച് നമ്മുടെ കർത്താവിൻ്റെ പിന്നാലെ ഞാനും നിങ്ങളും പോയാൽ മതി. നമുക്ക് വേണ്ടുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നത്, അത് ആത്മീകമാകട്ടെ, അത് ഭൗതികമാകട്ടെ, അത് ശാരീരികമാകട്ടെ, എന്ത് വിഷയമാകട്ടെ, കർത്താവിന്റെ മക്കളെ ദൈവം തരുവാനായിട്ട് വിശ്വസ്തനാണ്. നമ്മൾ എത്തിപ്പിടിക്കാൻ പോയാൽ, ഹല്ലേലൂയ, നമ്മളത് കൈവശപ്പെടുത്താൻ പോയാൽ, ഗുണത്തിന് പകരം അത്, ഹല്ലേലൂയ, സ്തോത്രം, ശാപമായി മാറുമെന്ന് ദൈവത്തിന്റെ മക്കൾ മറന്നു പോകരുത്. തലമുറകൾ ബന്ധിക്കപ്പെട്ട് പലയിടങ്ങളിലും പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഭവനത്തിനകത്ത് ശാപമിരിക്കുന്നു. ദൈവത്തിന് ഹിതമല്ലാത്തത്, ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ആകാന്റെ കൂടാരത്തിൽ ചെറുത് കുഴിച്ചിട്ടതുപോലെ പല ഭവനങ്ങളിലും ദൈവഹിതമല്ലാത്ത നന്മകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. പക്ഷേ അത് നിയമപ്രകാരമല്ലായിരുന്നു, വ്യവസ്ഥ പ്രകാരമല്ലായിരുന്നു, വചനപ്രകാരമല്ലായിരുന്നു. അതുകൊണ്ട് അനുഗ്രഹത്തിന് പകരം അത് തലമുറകൾക്ക് ശാപമായി അനേക കുടുംബങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ, അനേക തലമുറകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വഴിയിലെ ദൈവഹിതമല്ലാത്തതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട. വ്യവസ്ഥയില്ലാത്തതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട. പക്ഷേ തീരുമാനം എന്താ അറിയാമോ? ഞാനായിട്ടൊന്നും എടുക്കത്തില്ല. എനിക്ക് വേണ്ടുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നത് ദൈവപ്രകാരമുള്ളത് എൻ്റെ ചിറകെ വന്ന് പറ്റിപ്പിടിക്കണം. അത് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. എനിക്കത് മതി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് മതി. ഇന്ന് പകൽക്കാലം മാതാപിതാക്കൾ എത്ര പേര് ഇന്ന് പകൽക്കാലം അങ്ങനെ തീരുമാനമെടുക്കും? അല്പസമയം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട് വെറുതെ ദൂത് പറഞ്ഞു പോകുക മാത്രമല്ല, വചനം പറഞ്ഞു പോകുക മാത്രമല്ല, കർത്താവിന്റെ മക്കൾ ഇന്ന് പകൽക്കാലം ദൂത് ഏറ്റെടുക്കണമേ, ആലോചന ഏറ്റെടുക്കണമേ. നമുക്ക് നന്മ വരുന്ന, നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്ന കാര്യമാണ് ഇന്ന് പകൽക്കാലം പറയുന്നത്. വചനം പറയുമ്പോൾ കർത്താവിന്റെ മക്കൾ അതുമേൽ ഏൽപ്പിച്ചു കൊടുത്ത് തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കണമേ. തലമുറ കാര്യങ്ങളാ ഇന്ന് പകൽ പറയുന്നത്. അവർ അനുഗ്രഹം പ്രാപിക്കുന്ന കാര്യങ്ങളാ ഈ പകൽ പറയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് നിസ്സാര കാര്യമായി ചിന്തിക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മേൽപക്ഷിയുടെ 3 സ്വഭാവങ്ങൾ ഞാൻ പറഞ്ഞു. 1, അതൊരു വിശുദ്ധ പറവ. 2, കുഞ്ഞുങ്ങൾക്ക് കൂടി വെച്ച് കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ ആലയത്തിൽ. 3, ചുണ്ടുകൊണ്ട് ഇരപിടിക്കാതെ ചിറകെ വന്ന് പറ്റിപ്പിടിക്കുന്നത് മാത്രം തനിക്കുള്ളതാണെന്ന്, കുഞ്ഞുങ്ങൾക്കാണെന്ന് ഉള്ളതാണെന്ന് വിശ്വസിച്ച് മുൻപോട്ട് പോകുന്ന ഒരു പക്ഷി. 4-ാമത്തെ കാര്യം വായിക്കാം. യെശയ്യാവ് 38:14. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു, ഞാൻ പ്രാവ് പോലെ കുറുകി, എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു, മതി. ഇതാരുടെ വാക്കാ? ഇതാരുടെ പ്രാർത്ഥനയാ? ഇതാര് പറഞ്ഞ കാര്യമാ? ഹിസ്കിയാവ് പറഞ്ഞ കാര്യമാ. ആരാ ഹിസ്കിയാവ്? 39 വയസ്സ് പ്രായമുള്ള ഹിസ്കിയാ രാജാവിന്റെ അടുക്കൽ വന്നിട്ട് പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ യെശയ്യാവ് ഒരു ദൂതനെ വിളിച്ചു പറഞ്ഞു, ഗൃഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ മരിച്ചു പോകും. നമുക്കറിയാം, ചുവരിനോട് ചേർത്ത് മുഖം ചേർത്ത് പിടിച്ച് ദൈവസന്നിധിയിൽ അയ്യോ ഹോവേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഹിസ്കിയാവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൂത് പറഞ്ഞ പ്രവാചകനെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നാടൻ ഭാഷയെ പറഞ്ഞാൽ പച്ചലയും കത്രികയും പോലെയാ. പ്രവാചകന്മാർ അഗ്രഗണ്യനാ. യെശയ്യാ പറഞ്ഞാൽ മാറ്റമില്ല. പക്ഷേ ദൂത് പറഞ്ഞ പ്രവാചകൻ നടുമുറ്റം വിട്ടു പോകുന്നതിന് മുൻപേ തിരിച്ചു വിളിച്ച് ദൂത് മാറ്റി പറയിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. മാറ്റി പറയിപ്പിച്ച ദൂത് എങ്ങനായിരുന്നു? നിന്റെ ആയുസിനോട് 15 വർഷം കൂട്ടി തന്നിരിക്കുന്നു. 39 വയസ്സേ എനിക്ക് അന്നേരം പ്രായമുള്ളൂ.
തൻ്റെ കാലശേഷം തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഒരു തലമുറ ഇല്ലാത്തൊരു സമയമാണ്. നമുക്കറിയാം, ആയുസ് നീട്ടിക്കൊടുത്തപ്പോഴാണ് അവനൊരു മകൻ ജനിച്ചത്. ആ മകനാണ് മനുഷ്യ എന്ന് പറയുന്നത്. ഈ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവനാണ് ചെറിയ പ്രായത്തിൽ 13-ാമത്തെ വയസ്സിൽ രാജാവായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ദൂതൊക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ പോയി 15 വർഷം നീട്ടി തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോയെങ്കിലും ഈ രോഗം തനിക്ക് പിടിച്ചു. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അവനങ്ങനെ രോഗിയായിട്ട് കിടന്നു. ഒരു ദിവസമോ 2 ദിവസമോ 1 മാസമോ 2 മാസമോ ഒന്നുമല്ല, ദീർഘനാളുകൾ ഹിസ്കിയാവ് രോഗം പിടിച്ചു കിടന്നു. നമുക്കറിയാം, താൻ സൗഖ്യമായപ്പോൾ അയൽനാട്ടിലെ രാജാക്കന്മാരെല്ലാം കാണാൻ വന്നു. സ്തോത്രം. കാരണം അത്രയ്ക്കും നാട് മുഴുവൻ അറിഞ്ഞു ഈ രാജാവിൻ്റെ രോഗത്തെക്കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവിന്റെ രോഗം എന്താണെന്ന് അറിയാമോ? ശരീരം മുഴുവനും വ്രണം നിറഞ്ഞ, നമ്മുടെ ഇയ്യോബിന് പറ്റിയ അതേ രോഗമായിരുന്നു ഹിസ്കിയാവിനും പിടിച്ചത്. കാരണം വചനം പറയുന്നു, അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് അവന്റെ മുറിമേൽ പുരട്ടിയെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. താൻ വിടുതൽ പ്രാപിച്ചതിന് ശേഷം ഈ രോഗിയായി കിടന്നപ്പോൾ താൻ പ്രാർത്ഥിച്ച വിധത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. എങ്ങനെ പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്? കൊക്കോ മിവൽ പക്ഷിയോ എന്ന പോലെ ഞാൻ ചലച്ചു. രോഗിയായിട്ടവൻ മരണത്തോട് മല്ലുകെട്ടി കിടക്കുമ്പോൾ അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, നിലവിളിച്ച നിലവിളി എങ്ങനെയായിരുന്നു? മിവൽ പക്ഷി ചലയ്ക്കുന്ന പോലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥനയോട് ഇരുന്നാട്ടെ. ഞാൻ ഈ ജുബയൊക്കെ ഇട്ട് നാടൻ വേഷത്തിൽ വന്നുകൊണ്ടാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു സാധാരണ ഉപദേശിയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സമയമൊന്നും പോയിട്ടില്ലല്ലോ. കർത്താവ് ദാസിക്ക് സമയം തന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇരിക്കും. സ്തോത്രം. എനിക്ക് സൈക്കിളെ കയറാനും അറിയാം, ഇറങ്ങാനും അറിയാം. സ്തോത്രം. ചിലർക്ക് സൈക്കിളെ കയറാൻ അറിയാം, ഇറങ്ങാൻ അറിയത്തില്ല. നമുക്കറിയാം, പണ്ട് സൈക്കിൾ വിളിച്ച സൈക്കിളെ കയറ്റി വിട്ടാൽ നമ്മളങ്ങ് പോകും. ഇറങ്ങുന്ന കാര്യം എത്തുള്ളൂ. പിന്നെ വല്ല പോസ്റ്റെല്ലാം മതിലൊക്കെ ഇടിച്ചാണ് നമ്മൾ നിർത്തുന്നത്. കൃപയാ ഞാൻ രണ്ടും പഠിച്ചിട്ട് ഇറങ്ങിയത്. നിങ്ങളാരും ഭാരപ്പെടേണ്ട. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പണ്ട് സഭായോഗം നിർത്തേണ്ട സമയമായിട്ട് നിർത്താതെ പ്രസംഗിച്ച് സഭക്കാരെ ബുദ്ധിമുട്ടിച്ച പാസ്റ്റർക്ക് പണ്ട് സഭക്കാരൊരു ഇരട്ട പേരിട്ടു. എന്തറിയാമോ? ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമെന്ന്. സ്തോത്രം. എനിക്കെന്തായാലും 2 പേരുണ്ട്. പൊന്നച്ചൻ എന്ന് പേരുമുണ്ട്, ജോസഫ് എന്ന് പേരുമുണ്ട്. ഇനി 3ാമത് പേരിലേക്ക് മാഞ്ചസ്റ്ററിൽ വന്ന് വേണ്ട. സ്തോത്രം. നിങ്ങൾ അല്പം ഒന്ന് സഹകരിച്ചാട്ടെ, പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. മരണാസന്നമായ രോഗം പിടിച്ചു കിടന്നപ്പോൾ ഒരു വിടുതലിന് വേണ്ടി താൻ പ്രാർത്ഥിച്ചത്, കരഞ്ഞത് വിവൽപ്പറ്റി ചലയ്ക്കുന്നത് പോലെയാണെന്നാണ് സ്തോത്രം നമ്മൾ വായിച്ച ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വൈദ്യുതി വിഷയം ഏതുമാകട്ടെ, എന്തുമാകട്ടെ, എത്ര പ്രയാസമുള്ള കാര്യമാകട്ടെ, മരുന്നില്ലെന്ന് പറയുന്ന വിഷയമാകട്ടെ, ഉടവല സൈക്യം വരുത്തില്ല എന്ന് പറയുന്ന വിഷയമാകട്ടെ, ഇന്ന് പകൽക്കാലം നിലവിളിക്കുവാൻ വിവൽപ്പറ്റി കരയുന്ന പോലെ, വിവൽപ്പറ്റി ചലയ്ക്കുന്നത് പോലെ എൻ്റെ നിങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യേ ദൈവസന്നദ്ധിയിൽ കരയുവാൻ ഞാനും നിങ്ങൾ ഒരുക്കമാണെങ്കിൽ, വിഷയം എത്ര വലുതാണെങ്കിലും, എത്ര ആഴമുള്ള വിഷയമാണെങ്കിലും, എത്ര ബന്ധിക്കപ്പെട്ട വിഷയമാണെങ്കിലും, എത്ര വിഷമമുള്ള വിഷയമാണെങ്കിലും, എത്ര ഉടവലകസിയ ആഴത്തിലുള്ള വേദനയാണെങ്കിലും, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മൾ പറ്റി ചലയ്ക്കുന്ന പോലെ ചലയ്ക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, നിലവിളിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ വിടുതൽ നിശ്ചയമായിട്ട് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കരച്ചിൽ വേറെ, നിലവിളി വേറെ. കരച്ചിൽ സാധാരണയാ, നിലവിളി ഒന്നുകൂടെ കൂടിയതാ. എന്താ നിലവിളി? നിലവിട്ടുള്ള വിളിയാണ് നിലവിളി. ഹല്ലേലൂയ. വേദന കൂടുമ്പോൾ സ്റ്റൈലിന് കരയാൻ പറ്റുമോ? വേദന കൂടുമ്പോഴേ ആ സ്റ്റൈലൊക്കെ, കരച്ചിൻ്റെ സ്റ്റൈലൊക്കെ അങ്ങ് മാറും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവന്റെ വേദന അത്രയ്ക്കും വലുതായതുകൊണ്ട് പരിസരമൊന്നും നോക്കിയില്ല, രാജാവാന്നുള്ള കാര്യമൊക്കെ മറന്നു. അല്ലയോ, പുള്ളി ഇപ്പം ചേലക്കിയ, പുള്ളി ചേലക്കിയ. നമുക്കീ ചിലപ്പെല്ലാവർക്കും ഇഷ്ടമല്ലേ? നമ്മൾ പറയത്തില്ല, പിള്ളേരെ എന്തോ ചിലപ്പാ, എന്തോ ചിലപ്പാ. അതിന് വലിയ മാധുര്യമൊന്നുമില്ല, കേൾക്കാൻ വലിയ സുഖമൊന്നുമില്ല. പക്ഷേ അവൻ്റെ വേദന അവനെ അറിയത്തുള്ളൂ.
ഹല്ലേലൂയ. അതിന്റെ മധ്യേ സ്തോത്രം, അവൻ കരഞ്ഞത് മുൾപട്ടി ചലക്കുന്ന പോലെയായിരുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ കരയുന്നത്, നമ്മൾ നിലവിളിക്കുന്നത് മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ചിലപ്പായിട്ട് തോന്നിയേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥന കേൾക്കുന്ന കർത്താവിന്റെ സന്നദ്ധിയിൽ എന്റെയും നിങ്ങളുടെയും ആവശ്യങ്ങളുടെ മുഖത്ത് ഞാനും നിങ്ങളെ നിലവിളിക്കുമ്പോൾ, കരയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ മറുപടി തരുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇവിടെ വെളിപ്പെട്ടു വന്നിട്ടുണ്ട്. Praise the Lord. Praise the Lord. Hallelujah. ഈ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് വചനം വായിച്ചാ പറഞ്ഞത്. 2 കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് വേഗത്തിലിരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഓർക്കുകയായിരുന്നു. സ്തോത്രം. അദ്ദേഹം ഗബതയിൽ പോയ കാര്യം, ആമേൻ, സ്തോത്രം, സ്തോത്രം. ആ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയ കാര്യം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. സ്തോത്രം. കൃപയാലൊരു 1.5 മാസത്തോളം ഇസ്രായേലിൽ പോയി താമസിച്ച്, പ്രൈസ് ദി ലോർഡ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ കർത്താവ് എനിക്കും അവസരം തന്നു. സ്തോത്രം. വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ സ്തോത്രം പഴയ ഒരു ഫോട്ടോ എടുത്ത് ഒരു മെസ്സേജ് ഒക്കെ ഇട്ട് രാവിലെ ശുശ്രൂഷിക്കുന്ന സഭയിലേക്ക് ഇട്ടുകൊടുത്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ, സ്തോത്രം, യേശുവിൻ്റെ കല്ലറയുടെ അകത്ത്, ഹല്ലേലൂയ, പ്രത്യേകിച്ച് കാൽവരി മലയുടെ ചുവട്ടിലിരുന്ന് തിരുമേശ നടത്തുവാൻ കർത്താവ് എനിക്ക് പല പ്രാവശ്യം അവസരങ്ങളെ തന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യോർദാനിൽ ഏതാണ്ട് 13 പേരെ പല പ്രാവശ്യമായിട്ട് സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൃപ തന്നു. സ്നാനം കഴിഞ്ഞ് നേരെ കാൽവരി ചുവട്ടിൽ വന്ന് സ്തോത്രം കല്ലത്തോട്ടത്തിൽ യേശുവിൻ്റെ കല്ലറയോട് ചേർന്നിരുന്ന് പല പ്രാവശ്യം തിരുമേശ നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. കാൽവരിയിലേക്ക് നോക്കാമെന്ന് പറയുമ്പോൾ കണ്ണടക്കേണ്ട കാര്യമില്ല, മുമ്പിൽ കാൽവരി നിൽക്കുകയാ. ദേവദാസൻ പറഞ്ഞ പോലെ കല്ലറയ്ക്കകത്തൊക്കെ കയറുമ്പോൾ, സ്തോത്രം, അവിടെയൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം കർത്താവിൻ്റെ മക്കളെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് നീങ്ങുവാൻ ഇടയായിത്തീരും. അതോർത്ത് നമ്മൾ ആ സത്യം മനസ്സിലാക്കി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി അനുഭവങ്ങളാണ്. 1-ാം നൂറ്റാണ്ടിൽ വാഗ്ദത്ത പരിശുദ്ധാൽ ഇറങ്ങി വന്ന മർക്കോസിന്റെ മാളിക മുറിയിൽ നമ്മൾ കയറുമ്പോൾ ഈ രോമമെല്ലാം എഴുന്നു വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചുമ്മാതെ കയറുന്നവർക്കൊന്നും കിട്ടത്തില്ല. ആ വചനം ധ്യാനിച്ച് ആ കാര്യം മനസ്സിലാക്കി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ മക്കളെ നമുക്കിത് വലിയ അനുഗ്രഹമാണ്. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഈ വിവൽപക്ഷിയെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയ 2 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിരിക്കാം. 6ാമത്തെ കാര്യം, വിവൽപക്ഷിയുടെ 6ാമത്തെ സ്വഭാവം, ജീവൻ പണയം വെച്ചും വിശുദ്ധി കാക്കുന്ന പക്ഷിയാണ്. ജീവൻ പണയം വെച്ചും വിശുദ്ധി കാക്കുന്ന പക്ഷി എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഇതിനെ പിടിച്ചു കൊടുത്താൽ നല്ല വില കിട്ടും. ഇത് മരപ്പൊത്തുകളിലും സ്തോത്രം ചുവരുകളുടെ പൊത്തുകളിലുമാണ് ഇത് കൂടി വെച്ച് പാർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കൂടി വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇതിനെ പിടിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യമുണ്ട്. കൂടിൻ്റെ മുകളിലായിട്ട് സ്തോത്രം വല വെക്കും. ഹല്ലേലൂയ. എന്നിട്ട് ഈ പക്ഷി പുറത്തു പോകുന്ന ഉടനെ സ്തോത്രം ഈ ഇതിന്റെ ആ ഗുഹയുടെ അല്ലെങ്കിൽ വീടിന്റെ അല്ലെങ്കിൽ ആ മരത്തേലോ അല്ലെങ്കിൽ ചുവരിലോ ഉണ്ടാക്കുന്ന സ്തോത്രം ആ വീടിന്റെ മുഖവശത്ത് അശുദ്ധമായ സാധനങ്ങൾ കൊണ്ടുപോയി തേച്ച് പിടിപ്പിക്കും. അശുദ്ധിയുള്ള മാലിന്യ പദാർത്ഥങ്ങൾ ആ കൂടിന്റെ ചുറ്റും കൊണ്ടുപോയി തേച്ച് പിടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് കൂട്ടിലേക്ക് കയറാനായിട്ട് വരുന്ന ഉടനെ കൂട്ടിൽ എന്താണ്? കൂടിൻ്റെ മുഖത്ത് എന്താണ്? അശുദ്ധി, മാലിന്യം. ഇതൊരു വിശുദ്ധ പറവയല്ലേ, ഇത് അശുദ്ധിയിലേക്ക് കയറത്തില്ല, അഴുക്ക് ദേഹത്ത് പറ്റാൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ഈ വല വെച്ചിരിക്കുന്നവർ സ്തോത്രം ഇതിനെ പിടിക്കാനായിട്ട് ഹല്ലേലൂയ ചുറ്റും നിൽപ്പുണ്ട്. സ്തോത്രം. ആ കൂട്ടിലേക്ക് കയറിപ്പോയാൽ ദേഹത്തൊരല്പം അഴുക്ക് പറ്റുമെന്നേ ഉള്ളൂ, രക്ഷപ്പെടാം. പക്ഷേ അത് കൂട്ടിനകത്ത് കയറി പോകത്തില്ല. ഈ അശുദ്ധിയുടെ ചുറ്റും ഹല്ലേലൂയ ആ ദേഹത്ത് പൊള്ളമെന്നുള്ള ആ പേടി നിമിത്തം ഹല്ലേലൂയ അത് കരഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ പറന്നു നിൽക്കും. ആ സമയത്ത് വെച്ചിരിക്കുന്ന വലയിട്ട് അതിനെ പിടിച്ചുകൊണ്ട് പോകും. ഇന്ന് പകൽക്കാലം അതിന് തീരുമാനം എന്താണെന്നറിയാമോ?
അശുദ്ധി ജീവിതത്തിൽ പറ്റിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. മാലിന്യം എൻ്റെ ദേഹത്ത് പറ്റിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. അതാ അതിൻ്റെ തീരുമാനം. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ മക്കളെ, അശുദ്ധി പറ്റിയിട്ട് വിശുദ്ധി നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വിശുദ്ധിയോട് ഇരിക്കുമ്പോൾ അശുദ്ധി പറ്റാത്ത സമയത്ത് ദൈവ സന്നദ്ധിയിൽ ചേർക്കപ്പെടുന്നതാ എനിക്ക് നിങ്ങൾക്ക് നല്ലത്. കരകളെ ചേർത്തടിച്ച് അതൂത് മനസ്സിലായവർ അതൂതം ഏറ്റെടുത്താട്ടെ. അശുദ്ധിയുടെ ജീവിതം, മാലിന്യപ്പെട്ട ജീവിതം എനിക്ക് നിങ്ങൾക്കും വേണ്ട. ലോകം, ജഡം, പിശാച് എന്നെ നിങ്ങളെയും അതിലൊക്കെ അകപ്പെടുത്തുവാൻ നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ അശുദ്ധി പറ്റിയിട്ട്, മാലിന്യം പറ്റിയിട്ട് നമുക്കൊരു ജീവിതം വേണ്ട. നമുക്കറിയാം, ഈ പന്നിയെ അമാസോപ്പിട്ട് കുളിപ്പിച്ച് കുട്ടിക്കൂറ പൗഡർ ഇട്ട് നിർത്തിയാലും അതെങ്ങോട്ട് പോകും? അത് ചെളിക്കകത്തേ പോകത്തുള്ളൂ. പക്ഷേ ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കാട്ടെ, ഒരു ആടിനെ നോക്കിക്കാട്ടെ, അതിൻ്റെ ദേഹത്തൊരു അല്പം അഴുക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിന് സ്വസ്ഥതയില്ല. മരത്തേലോ ചുവരയിലോ കൊണ്ടുവന്ന് തേച്ച് മായ്ച്ച് കളയുന്നത് പോലെ ആടിന് സ്വസ്ഥതയില്ല. അത് വെള്ളം കുടിക്കത്തില്ല, അത് ഭക്ഷണം കഴിക്കത്തില്ല. കാരണം അതിന് മനസ്സിലായി, എൻ്റെ ദേഹത്ത് എവിടെയോ അശുദ്ധി പറ്റിയിട്ടുണ്ട്, അഴുക്ക് പറ്റിയിട്ടുണ്ട്. അഴുക്ക് ദേഹത്തുനിന്ന് പൂർണ്ണമായിട്ട് മാറുന്നത് വരെ അതിന് സ്വസ്ഥതയില്ല. ദൈവത്തിന്റെ പൈതല് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കുറവുകളും പോരായ്മകളും ഒക്കെ അഴുക്കും പൊടിയുമൊക്കെ ജീവിതത്തിൽ പറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് വെച്ചുകൊണ്ട് പോകുവാനല്ല. യേശുവിന്റെ രക്തം സകല പാപത്തെ പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തമായതുകൊണ്ട് ആ രക്തത്തോ ഓരോ ദിവസവും നമ്മൾ കഴുകൽ പ്രാപിച്ചു കൊള്ളണം. Praise the Lord. Praise the Lord. Praise the Lord. ഏഴാമത്തെ കാര്യം, ആദ്യം ഉദയ സൂര്യനെ കാണുന്ന പക്ഷി. എന്താണ്? ആദ്യം ഉദയ സൂര്യനെ കാണുന്ന പക്ഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികാലത്ത് എഴുന്നേൽക്കുന്ന പക്ഷി, മറ്റുള്ള പക്ഷികളെക്കാൾ ഏറ്റവും ആദ്യം എഴുന്നേൽക്കുന്ന പക്ഷി. സ്വോത്രം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ആ സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പണ്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ പാടിയ പ്രഭാതഗീതം എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഈയിടയ്ക്ക് ഞാനൊരു വാർത്ത കേട്ടു, ഈ പ്രഭാതഗീതങ്ങളെല്ലാം കൂടെ കർത്താവെടുക്ക് ചെന്ന് പരാതി പറഞ്ഞു പോലും, ഞങ്ങളെ എന്തിനാ അങ്ങനെ സൃഷ്ടിച്ചതെന്ന്. സ്തോത്രം. ഞങ്ങളെ ഇപ്പോൾ ആർക്കും വേണ്ട. സ്തോത്രം. എടാ, പ്രഭാതഗീതം രാവിലെ അല്ല പാടാം, ഉച്ച കഴിഞ്ഞ് പാടാൻ പറ്റുമോ? ഉച്ച കഴിഞ്ഞ് പാടാൻ പറ്റുമോ? നാട്ടുകാർ ഓടിക്കും. രാവിലെ ആരും പാടാനില്ലാത്തതുകൊണ്ട് പ്രഭാതഗീതങ്ങൾക്ക് ഭയങ്കര സങ്കടത്തിലാണ്. ഇന്നത്തെ തലമുറയ്ക്ക് പ്രഭാതഗീതം അറിയത്തില്ല. സ്വോത്രം. കിടന്നോട്ടെന്നല്ലേ പറയുന്നേ. കുഞ്ഞ് കിടന്നോട്ടെ. പിന്നെ കിടന്നോളൂ. സ്തോത്രം. സ്തോത്രം. കൊടുങ്കാറ്റുണ്ടി വനദേശത്തു പ്രിയനേ എന്നെ വീടല്ലേ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തു പ്രിയനേ എന്നെ വീടല്ലേ. കോതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അന്നു നോക്കണേ. കോതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം. ഉഷകാലം എഴുന്നേൽക്കുക, പരനേശുവെ സ്തുതിപ്പാൻ. ഉഷകാലം നാം എഴുന്നേൽക്കുക, പരനേശുവെ സ്തുതിപ്പാൻ. ഉഷകാലം എന്താനന്ദം, നമ്മൾ പ്രിയനോ അടുത്തിടുകിൽ. ഉഷകാലമെന്താനന്ദം, നമ്മൾ പ്രിയനോ.
ഏറ്റവും അധികാലത്ത് എഴുന്നേൽക്കുന്ന പക്ഷി എന്ന് പറഞ്ഞാൽ ആദ്യം ഉദയസൂര്യനെ കാണുന്ന പക്ഷി, അധികാലത്തെ എഴുന്നേൽക്കുന്ന പക്ഷി. നമുക്കറിയാം, ഒരിക്കൽ മോശയോട് ദൈവം പറഞ്ഞു, മോശേ നീ അധികാലത്തെ ഒരുങ്ങി എൻ്റെ സന്നിധിയിലേക്ക് കയറി വരണം. അധികാലത്തെ ഒരുങ്ങി ദൈവത്തിൽ കയറി ചെന്ന മോശയുടെ കയ്യിലാണ് കർത്താവ് പ്രമാണങ്ങൾ കൊടുത്തത്. ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്ക് വേണ്ടി ദാഹിക്കുന്നു, നിനക്ക് വേണ്ടി കാക്ഷിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ മക്കളെ, ആ ദൈവം ഉദയ സൂര്യനെ കാണുന്ന പക്ഷി. ഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഉദയ നക്ഷത്രം വാനിൽ ഉദിക്കുവാൻ സമയമായിരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് ഈ ഉദയ നക്ഷത്രം എന്ന് പറയുന്നത്. മലക്കിൽ പറയുന്നു, നീതി സൂര്യൻ രോഗോപശാന്തിയോടെ ഉദിക്കുമെന്ന്. ഇതെല്ലാം വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ഉദയ നക്ഷത്രമായ നമ്മുടെ കർത്താവ് വാനിൽ ഉദിക്കുവാൻ സമയമായിരിക്കുന്നു. ഉണവോടെ ഉന്മേഷത്തോടെ ഏത് സമയത്തും അത് കാണുവാൻ, അത് അനുഭവിപ്പാൻ, ആ നല്ല നാഥന്റെ കൂടെ പോകുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേര് ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ ഏൽപ്പിച്ചു കൊടുക്കോ? എൻ്റെ വാക്കുകളെ ഇന്ന് പകൽക്കാലം ചുരുക്കട്ടെ പ്രിയമുള്ളവരെ. 7 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ ഏറ്റെടുക്കാമെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും. 1, അതൊരു വിശുദ്ധ പറവയാണ്. നാമം അങ്ങനെ ആയിരിക്കട്ടെ. 2, കുഞ്ഞുങ്ങൾ കൂട് വെച്ചു കൊടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ആലയത്തിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കട്ടെ. അവരെ ആത്മീയരാക്കി നിർത്തുവാൻ ശ്രദ്ധയുള്ളവരായി തീരട്ടെ. അവർക്ക് വേണ്ടി ലോകപ്രകാരം ഒത്തിരി ഒന്നും സമ്പാദിച്ചു വെച്ചില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയം നമ്മൾ പേസലോ സൂക്ഷിക്കണം കർത്താവിൻ്റെ മക്കളെ. ഇല്ലെങ്കിൽ അവർ നമ്മുടെ കൈവിട്ടു പോകും. സ്വന്തം. 3-മത്തേത്, ദൈവത്തിന് പ്രകാരമുള്ളത് മാത്രം എനിക്ക് മതി. എനിക്ക് വേണ്ടുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നത് ഈ ചിറകയിൽ കർത്താവ് കൊണ്ടുവന്ന് തരും. എനിക്കത് മാത്രം മതി. അല്ലയ്യ. 4-മത്, വിഷയങ്ങളുടെ മുഖത്ത് ചലിക്കുന്ന പക്ഷി. അതെ, വിഷയം എന്തുവാകട്ടെ ഏതുവാകട്ടെ, കരഞ്ഞാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. ഇസ്കിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത കർത്താവ് നമ്മുടെ കരച്ചിൽ കണ്ട്, നിലവിളി കണ്ട് നമുക്ക് മറുപടി തരും. അല്ലയ്യ. 6-മത്തെ കാര്യം, സ്തോത്രം സ്തോത്രം സ്തോത്രം. അല്ലയ്യ. ഹല്ലേലൂയ. ഒരു വിഷയം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. യിരെമ്യാവ് 8:7 അവിടെ പറയുന്നു, മടങ്ങി വരവിന്റെ കാലം അറിയുന്ന പക്ഷിയാണ്. മടങ്ങി വരവിന്റെ കാലം അറിയുന്ന പക്ഷി. പ്രൈസ് ദി ലോർഡ്. 1, വിശുദ്ധ പറവ. 2, കുഞ്ഞുങ്ങൾക്ക് കൂട് വെച്ചു ദൈവത്തിന്റെ ആലയത്തിൽ. 3, സ്തോത്രം, ദൈവത്തിന് ഹിതപ്രകാരമുള്ളത് മാത്രം മതിയെന്ന് വെക്കുന്ന പക്ഷി. 4, സ്തോത്രം സ്തോത്രം, വിഷയങ്ങളുടെ ബുദ്ധിയെ കരയുന്ന പക്ഷി. 5, സ്തോത്രം, ജീവൻ പണയം വെച്ചും വിശുദ്ധി കാക്കുന്ന പക്ഷി. 6, അധികാരത്തെ എഴുന്നേൽക്കുന്ന പക്ഷി. 7, യിരെമ്യാവ് 8:7, സ്തോത്രം, ആകാശത്തിലെ പെരിഞ്ഞാറേയും കൊക്കും മുയൽപ്പക്ഷിയും മടങ്ങിവരവിന്റെ കാലമറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല. ഇത് മടങ്ങിവരവിന്റെ കാലമറിയുന്ന പക്ഷിയാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു ദേശാടന കിളിയാണ്. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഇത് മാറി മാറി പോകും. പക്ഷേ അനുകൂല കാലാവസ്ഥ വരുമ്പോൾ എവിടുന്ന് പോയോ അവിടേക്ക് മടങ്ങി വരും. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമ്മളെ ആക്കി വെച്ച ഇടങ്ങളിൽ നിന്നോ മാറി പോയിട്ടുണ്ടെങ്കിൽ, അകന്നു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ നമ്മുടെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട ദൈവിക ദൂതരുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കടന്നു വരുവാനും നിങ്ങളുടെ മത്തെ അല്പസമയം താഴ്വന ശുശ്രൂഷിപ്പാനും ദൈവം അവസരം ഒരുക്കി നമ്മുടെ ദാസനെ കർത്താവ് അതിനു വേണ്ടി മുഖാന്തരമായിട്ട് ഉപയോഗിച്ചു. സ്തോത്രം. എല്ലാറ്റിനായിട്ടും കർത്താവിനെ സ്തുതിക്കുന്നു. എളിയവനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.